Constable Balram, saluting, sir. Stop it! കാര്യം നമുക്ക് ഇയാളെ ഇഷ്ടമല്ല എന്ന് വെച്ച് ഇവിടെ കിടന്നവൻ ചത്തുപോയാ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. സാർ, ഇവൻ ഒരു കുഴപ്പമില്ല. ഇതെല്ലാം അവന്റെ അഭിനയ. കൂടുതൽ ആകിയൊന്നും വേണ്ട, മതി. ശരീരം മൊത്തം പഞ്ഞിക്കിട്ട് പോലെ ആയിക്കളഞ്ഞല്ല. പതുക്കെ എനിക്ക്. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഈ കുന്ദൻ സാർ എന്നെ എനിക്ക് നിന്നോട് സഹതാപമൊന്നുമില്ല. കയ്യിലിരിപ്പിന്റെ ഗുണമാണ് കിട്ടിയത്. പിന്നെ ഇനി സർവീസ് തിരിച്ചു തരാന്ന് വ്യാമോഹമൊന്നും വേണ്ട. വധശ്രമ കുറ്റം. അഭിനയം കലക്കിയിട്ടുണ്ട്. താങ്ക് യു. എന്നിട്ട് എന്ത് ഈ അവാർഡ് കിട്ടാത്തത്? ഞാനൊരു സോഡ വാങ്ങിച്ചോണ്ട് വരാട്ടോ. എനിക്കകത്തോട്ട് വരാമോ സാറന്മാരെ? യെസ്. ഓ സാർ, ഇയാളാ സത്യനെതിരെ പരാതി തന്നത്. ഒരബദ്ധം പറ്റിയതായിരുന്നു ആ പരാതി. ഞാനത് പിൻവലിക്കാൻ വന്നതാ. പിൻവലിക്കാനോ? അതെ സാറേ, കേസും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോ കേസ് കൊടുക്കാനും പിൻവലിക്കാനും പോലീസ് എന്താ നിങ്ങളുടെ കളിപ്പിള്ളയോ? എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കേസ് പിൻവലിക്കണം. ഞാൻ വെറുതെ തന്ന പരാതിയാ. എന്നെ ആരും തല്ലിയിട്ടുമില്ല. പിന്നെ തന്റെ ദേഹത്ത് കാണുന്ന ഈ പരിക്കിളൊക്കെ അങ്ങനെ പറ്റിയതാണോ? അത് ഞാൻ ബാത്റൂമിലൊന്ന് തെന്നി വീണതാ. സാർ ഇത് വാങ്ങിയില്ല. അങ്ങോട്ട് വിട്. ഓ, തുറന്ന് വിടുറോ അയാളെ. സാർ, ഹലോ. വീട്ടിൽ പോയി ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുന്നത് നല്ലതാ. സത്യൻ, ഞാനാ ഇയാളെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചത്. താങ്ക്സ്. നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇല്ല, ഞാൻ പിന്നെ ലീവ് എടുത്തു. ഇത് ഒറ്റ വലിക്കാൻ കുടിച്ചോ? എന്തത്? പെരുങ്കായം കലക്കിയത്. എന്തുട്ടാ നോക്കണേ? നിന്റെ അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ഇതായിരുന്നു. പിടിച്ചേ. അതെന്താ അമ്മേ? സത്യൻ സാറിന്റെ അച്ഛന് സ്ഥിരമായിട്ട് ഇടികൊള്ളാണ് ജോലി. നീ മിണ്ടരുത് കരിമ്പൂച്ചേ. നീ ഒറ്റ ഒരുത്തിനെ എന്റെ മോനെ കൊണ്ടുവരുന്ന വഷളാക്കിയത്. ഓ, സത്യനില്ലേ? ഉണ്ട്. വരൂ വരൂ. എടുക്കാനല്ലേ ഇവിടെ ഇടാനാ. ഇരിക്കൂ. സത്യനെ കുറിച്ച് തരകൻ സാർ എന്നോടെല്ലാം പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ സത്യനെ കരിവാരി തേക്കാനും തരം താഴ്ത്താനുമായി ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അമ്മ വീട്ടിലൊരു അതിഥി വന്നിട്ട് നോക്കിയേക്കാ. നല്ലൊരു ചായ ഇട്ടിട്ട് വന്നേ. ഞാനത് മറന്നു. ചന്ദ്രൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ മാഡം വിചാരിച്ചതുപോലെ CBI തോൽപ്പിക്കാൻ വേണ്ടി അവനെ ഒളിപ്പിച്ചതല്ല ഞാൻ. കിരൺ കൊല്ലാനയച്ച ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചതാ ഞാൻ അയാളെ. പക്ഷെ അയാൾക്ക് അത് ഇപ്പോഴും വിശ്വാസമില്ല. കിരൺ കാണപ്പെട്ട ദൈവം അയാൾക്ക് ഇപ്പോഴും. നാളെ തന്നെ ഞാൻ അയാളെ മാഡത്തിന് മുമ്പിൽ ഹാജരാക്കാം. ഐ ഹാവ് ഇനഫ് എവിഡൻസസ് അഗൈൻസ്റ്റ് യു. സോ ടെൽ മീ, അന്ന് രാത്രി എന്താ സംഭവിച്ചത്? ജനാർദ്ദനൻ സാറും ഞാനും കൂടി അവിടെ ചെന്നപ്പോ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ ചെറുപ്പക്കാരനെയായിരുന്നു. അത് കണ്ട ഉടനെ സാറ് പുറത്തേക്ക് ഓടി. പക്ഷേ ഞാൻ കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല ഞാൻ. പക്ഷെ സംഭവിച്ചു പോയി. ഇതൊക്കെ ഞാൻ നേരത്തെ സത്യൻ സാറിനോട് പറഞ്ഞതാ. എന്നിട്ട് എന്നെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു സാർ. So, the curtain falls over the mystery. ശരത്, നാളെ തന്നെ പത്രസമ്മേളനം നടത്താനുള്ള ഏർപ്പാട് ചെയ്യണം. സാർ, ചന്ദ്രൻ കുറ്റം സംബന്ധിച്ചെങ്കിലും യഥാർത്ഥ പ്രതി അയാളല്ല. 24 മണിക്കൂർ കൂടി സമയം തന്നാൽ സത്യം തെളിയിക്കാൻ പറ്റും സാർ. നിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാതെ CBIക്ക് വിട്ട കേസായത്.
എന്നിട്ട് കേസ് തെളിയിച്ചതിന്റെ പകുതി ക്രെഡിറ്റും കേരള പോലീസിന് നൽകാൻ തയ്യാറായിട്ടാ നാളെ നമ്മളും CBIയും ചേർന്ന് ഒരു പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. ശരിയാ, സമ്മതിച്ചു. മുമ്പൊരിക്കൽ ഞാൻ ഈ കേസ് തെളിയിക്കാൻ 7 ദിവസം ആവശ്യപ്പെട്ടതാ സാറിനോട്. ഇപ്പൊ ഒരു ദിവസം, ഒരേ ഒരു ദിവസം അതെനിക്ക്. സാറ് പറഞ്ഞാൽ നന്ദിനി വർമ്മ തയ്യാറാകും. ഇല്ല, ഞാൻ പറയില്ല. CBIയുടെ അധികാരപരിധിയിൽ കടക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല. ഈ അധികാരപരിധിയും കൈകടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കീഴുദ്യോഗസ്ഥൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പിന്നെ മേലുദ്യോഗസ്ഥന്റെ അധികാരപരിധിയിൽ കൈകടത്തലായി. പിന്നെ അവൻ എങ്ങനെ ഒതുക്കാന്ന ഗവേഷണം. പണി അറിയാവുന്നവനും ബുദ്ധിയുള്ളവനൊക്കെ കറുത്ത പൂച്ച വെളുത്ത പൂച്ച എന്ന് പറഞ്ഞ് മൂന്നാറിൽ ഹൈവേ പോലീസിലിട്ടൊക്കെ തട്ടി കളിക്കുന്നോണ്ടൊക്കെ തന്നെയാ ഈ കേരള പോലീസ് നന്നാവാത്തത്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്രസ് കോൺഫറൻസ് നടക്കുന്ന പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. അഥവാ കണ്ടാൽ നിന്നെ ഡിസ്മിസ് ചെയ്യുന്നത് ഈ ഞാനായിരിക്കും. സാറ് പറഞ്ഞിട്ടുള്ളതൊക്കെ അനുസരിച്ചിട്ടുള്ളവനാ ഞാൻ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് സാറിന് ധിക്കരിക്കേണ്ടി വരും. പ്രസ് കോൺഫറൻസിന് ഇനി 12 മണിക്കൂർ. കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ കോടതിയിൽ വിധി ഉണ്ടെങ്കിൽ, അഥവാ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ ഡിസ്മിസിലൊന്നും വേണ്ട. സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥൻ പിന്നെ കേരള പോലീസിൽ ഉണ്ടാവില്ല. ഗുഡ് നൈറ്റ് സാർ. തികച്ചും അപൂർവമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഏറെ സെൻസേഷൻ ഉണ്ടാക്കിയ വിമൽ റോയ് വധക്കേസ് അതിന്റെ പരിസമാപ്തിയിൽ എത്തുന്നു എന്നത് മാത്രമല്ല അതിന്റെ കാരണം. കേരള പോലീസും CBIയും പരസ്പരം കൈകോർത്ത് പിടിച്ചിട്ടാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് എന്നതാണ്. കൂടുതൽ വിവരങ്ങൾ CBI ഓഫീസർ നന്ദിനി വർമ്മ തന്നെ പറയട്ടെ. താങ്ക് യു സർ. പ്രതികളിൽ ഒരാളായ സഞ്ജനയെ കേരള പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കേരള പോലീസിന്റെ നിഗമനങ്ങളെ പിന്തുടർന്നു തന്നെയാണ് ഞാൻ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയത്. തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ച സത്യനാഥനെയും ഞാനിവിടെ പ്രതീക്ഷിച്ചെങ്കിലും വാം വെൽക്കം മിസ്റ്റർ സത്യനാഥൻ. മാഡം, ഈ പ്രസ് മീറ്റിംഗ് ഒന്ന് നിർത്തിവെക്കണം. നിർത്തിവെക്കാനോ? എന്തിന്? ഈ കേസ് സംബന്ധമായ ചില കാര്യങ്ങൾ എനിക്ക് മാഡത്തോട് സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ ഇന്നലെ വാൺ ചെയ്തതാ. ഇല്ലാ കഥകളും പറഞ്ഞ് ഷൈൻ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. പ്ലീസ് കിറ്റ് ദ പ്ലേസ്. ഷൈൻ ചെയ്യാനായിരുന്നെങ്കിൽ ഈ പത്രസമ്മേളനം ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് സാറിനോടും മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാൾ ബുക്ക് ചെയ്ത് എനിക്ക് നടത്താമായിരുന്നു ഇതുപോലൊരു പത്രസമ്മേളനം. ഈ വൈകിയ വേളയിലെങ്കിലും എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതെന്റെ രാജിക്കത്ത. ഇത് സ്വീകരിക്കാം സാർ.